എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ടൈലറിങ് ക്ലാസ്സിൻ്റെ 4ാമത്തെ ക്ലാസ്സാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു ആവശ്യമി എങ്ങനെയാണ് കട്ട് ചെയ്യുക, അളവുകൾക്കൊന്നും മാറ്റമില്ലാതെ അതെങ്ങനെയാണ് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം എന്നതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. നിങ്ങൾക്ക് ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെച്ചാൽ കമൻറ്റിൽ കൂടെ ചോദിക്കുക. അപ്പോൾ ഇതൊരു 10 വയസ്സായ കുട്ടിയുടെ അളവാണ്. അപ്പോൾ 10 വയസ്സായ കുട്ടി പറഞ്ഞാൽ 18 ലെങ്ത്ത് ഇറക്കം കേട്ടോ, 18 അല്ലെങ്കിൽ 20. അത് ഓരോ കുട്ടികൾക്കും ഓരോ തരത്തിലാവും. കാരണം ശരീരത്തിൻ്റെ അതിനനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ചെസ്റ്റ് അളവാണെങ്കിലും ലെങ്ത്താണ് വെച്ചാലും, കാരണം ചില കുട്ടികൾ തടി ഉണ്ടാവും, ചില കുട്ടികൾ തടി കുറവാകും, ചില ഒരു ഉയരം ഉണ്ടാവും, ചില ഉയരം കുറവായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അതിൽ മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ ഇതിന് ഞാൻ കൊടുത്തിരിക്കുന്നത് എന്താ അറിയോ, ലെങ്ത്ത് 18. ഞാൻ 18 എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 18ൻ്റെ അതിൽ കൂടെ നമ്മൾ തയ്യൽ തുമ്പ് 2 കൂട്ടുന്നു. അപ്പോൾ നമുക്ക് 20 കിട്ടുന്നു. അപ്പോൾ നമുക്ക് ലെങ്ത്ത് 20 കിട്ടി. പിന്നെ നമ്മൾ ചെസ്റ്റ് അളവാണ് നോക്കുന്നത് 28. 28ന് നമ്മൾ 4 കൊണ്ട് ഹരിക്കുക. കാരണം നമ്മൾ തുണി 4 മടക്കിയിടുമ്പോൾ 4 അതിൽ കൂടെ നമ്മൾ തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് കൊടുക്കുന്നു. അപ്പോൾ ടോട്ടൽ 8.5 ആയി. പിന്നെ ഷോൾഡറാണ്. ഷോൾഡർ ഇതുപോലെ 11 ഇഞ്ചാണ്. ആ 11ൻ്റെ പകുതി, ഷോൾഡർ നമ്മൾ പകുതിയാണ് എടുക്കുന്നത്. അപ്പോൾ 11 ഇഞ്ചാകുമ്പോൾ 5.5 വരും. പിന്നെ അടുത്ത് വരുന്നത് ആം ഹോളാണ്. ആം ഹോൾ പറഞ്ഞാൽ കൈക്കുഴി നമ്മളെപ്പോഴും സെയിം എലവൻസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ പാടില്ല. അതേ അളവ് നമ്മൾ ചെയ്യും. പിന്നെ അടുത്തത് ഷോൾഡർ നമ്മൾ ഒന്നിച്ചാണ് 11 പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ പകുതി 5.5. അതിൽ നിന്ന് നമ്മൾ കഴുത്തിൻ്റെ അകലം അതിൽ നിന്നാണ് നമ്മൾ എടുക്കുക. അപ്പോൾ 2.5. ഷിമ്മീസ് ആകുമ്പോൾ കുറച്ച് വിടുത്ത് വേണം. കാരണം നമ്മൾ വേറൊരു ഡ്രസ്സ് ഇടുന്ന സമയത്ത് അത് പുറത്ത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്കം 4, ബാക്ക് കഴുത്തിൻ്റെ ഇറക്കം 3. ഇനി നമ്മൾ തുണിയിൽ അളവുകൾ മാർക്ക് ചെയ്ത് എങ്ങനെയാണ് കട്ട് ചെയ്തതെന്ന് നോക്കാം. ലെങ്ത്ത് നോക്കുകയാണ്. അപ്പോൾ നമുക്ക് ലെങ്ത്ത് കിട്ടിയത് 18. അതിൽ കൂടെ നമ്മൾ തയ്യൽ തുമ്പ് കൂട്ടി 20 അടയാളപ്പെടുത്തുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ കാണിക്കുന്നത് ചെസ്റ്റ് അളവാണ് കേട്ടോ. നമ്മൾ ചെസ്റ്റ് അളവ് 7.5 7 അതിൽ കൂടെ നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പാക്കിയിട്ട് 8.5 അടയാളപ്പെടുത്തുന്നു. അത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത അടയാളപ്പെടുത്താൻ പോകുന്നത് ഷോൾഡറാണ്. നമുക്ക് ഷോൾഡറിൻ്റെ അളവ് 11 ഇഞ്ചായിരുന്നു. 11ൻ്റെ പകുതി 5.5 നമ്മൾ അടയാളപ്പെടുത്തുന്നു. തുണി മടക്കിയിടുമ്പോഴേ നമ്മൾ നിൽക്കുന്ന ഭാഗത്തുനിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് മടക്കിയിടേണ്ടത്. ഫോൾഡ് ചെയ്ത ഭാഗം നമ്മുടെ ഭാഗത്തേക്ക് വരണം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ കൈക്കുഴിയാണ് കേട്ടോ. കൈക്കുഴി അടയാളപ്പെടുത്തുകയാണ്. താഴേക്ക് 5.5. അതിന് മാറ്റങ്ങളില്ല. സെയിം എലവൻസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒന്നും ചെയ്യണ്ട. അതേപോലെ തന്നെ നമ്മളത് ഒരു ബോക്സാക്കി വരച്ചെടുക്കുക. കറക്റ്റായിട്ട് ഒരു സ്കെയിൽ വെച്ചിട്ട് നമുക്ക് വരയ്ക്കാം കറക്റ്റായിട്ട്. പിന്നെ നമ്മൾ ചെസ്റ്റ് അളവ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ചെസ്റ്റ് അളവിൻ്റെ ഇത് പറഞ്ഞല്ലോ, അതൊന്നുകൂടി ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ് വരിക കണ്ടോ. കറക്റ്റായിട്ട് 7 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നു. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. അങ്ങനെ ടോട്ടൽ 8.5 വരും. 8.5 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴുത്തിൻ്റെ അളവാണ് കേട്ടോ 2.5. എപ്പോഴും ഷിമ്മീസ് ആകുമ്പോൾ കഴുത്തിൻ്റെ അകലം കുറച്ച് കൂടി നിൽക്കുകയാണ് നല്ലത്. അപ്പോൾ ഞാൻ കഴുത്തിൻ്റെ വൈഡ് അടയാളപ്പെടുത്തി. അതിനുശേഷം ഫ്രണ്ട് കഴുത്തിൻ്റെയും ബാക്ക് കഴുത്തിൻ്റെയും 4 ഇഞ്ചും 3 ഇഞ്ചും അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു ബോക്സ് ആക്കിയിട്ട് വരച്ചു. അതിനുശേഷം നമ്മൾ അടിഭാഗത്ത് ലെങ്ത്ത് എടുത്ത് കഴിഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ തന്നെ 8 ഇഞ്ചിൽ അടയാളപ്പെടുത്തി. മേലെ അടയാളം തന്നെയാണ്. പിന്നെ ഷിമ്മീസ് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഷേപ്പിൻ്റെ ആവശ്യം വരാറില്ല. ഞാൻ നിങ്ങൾക്ക് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് ജസ്റ്റ് ഒന്ന് വെറുതെ അടയാളപ്പെടുത്തിയത് മാത്രമേ ഉള്ളൂ. നമ്മളത് കൂട്ടി യോജിപ്പിക്കുന്നു. മേലെ നമ്മൾ കൊടുത്ത 8.5 താഴെ കൊടുത്ത 8.5. ഷേപ്പും കാര്യങ്ങളൊന്നുമില്ല. ഷിമ്മീസിന് ലൂസായി കിടക്കുന്നതുകൊണ്ട് ഷേപ്പില്ല. അത് കഴിഞ്ഞ് നമ്മൾ കൈക്കുഴി ഒരു കർവ് രൂപത്തിൽ ചെറുതായിട്ട് കുഴിച്ച് വരയ്ക്കുന്നു. അതുപോലെ തന്നെ ഫ്രണ്ട് കഴുത്തും ബാക്ക് കഴുത്തും റൗണ്ടാക്കിയിട്ട് വരച്ചെടുക്കുന്നു. അത് വരച്ചെടുക്കുമ്പോൾ കറക്റ്റായിട്ട് വരയ്ക്കുക. അല്ലെങ്കിൽ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ വെട്ടുന്ന സമയത്ത് ബുദ്ധിമുട്ട് വരും. അപ്പോൾ കുറേ തവണ നമ്മൾ ആദ്യം ഒന്ന് വരച്ച് നോക്കിയതിന് ശേഷമൊക്കെയാണ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു പേപ്പറിൽ വരച്ച് കട്ട് ചെയ്ത് നോക്കുക കറക്റ്റായോ എന്ന്. അതിന് ശേഷമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ അതേപോലെ അളവുകൾ ഞാൻ പറഞ്ഞതുപോലെ ചെസ്റ്റ് അളവ്, അതുപോലെ തയ്യൽ തുമ്പ്, ഷേപ്പിൻ്റെ അളവ്, അടിയിലെ ഭാഗം,
കർവായിട്ട് കൈക്കുഴി പറഞ്ഞില്ലേ അതേപോലെ വരയ്ക്കുക. ഇനി നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ കുറച്ച് ഭാഗം മേൽഭാഗത്ത് കുറച്ച് വേസ്റ്റ് പീസ് ഉണ്ട്, അപ്പോൾ അതിന് വെട്ടി മാറ്റി കഴിഞ്ഞു. ഇനി അതിനുശേഷം എപ്പോഴും നമ്മൾ വരച്ചതിൻ്റെ തൊട്ട് കുറച്ച് ഇപ്പുറത്ത് കൂടെയാണ് കട്ട് ചെയ്ത് എടുക്കുക. പതുക്കെ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ തുണി മറിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മളെ കട്ടിങ്ങിലാണ് ഒരു സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സിൻ്റെ ഫിനിഷിങ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് ഞാൻ ആ ചെസ്റ്റ് അളവും കൈക്കുഴിയും വെട്ടി മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ 2 തുണി ഒന്നിച്ചിട്ട് വെട്ടുമ്പോൾ ആദ്യം എപ്പോഴും ചെറിയ കഴുത്ത് വെട്ടി മാറ്റുക. ഇപ്പോൾ കണ്ടോ, ബാക്ക് കഴുത്താണ് ഞാൻ ആദ്യം വെട്ടി മാറ്റിയത്. ഇനി നമ്മൾ അതിൽ നിന്ന് ബാക്ക് കഴുത്തിൻ്റെ പീസ് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് കഴുത്ത് വെട്ടിയെടുക്കണം. അപ്പോൾ എല്ലാവർക്കും അബദ്ധം പറ്റുന്നതെന്ന് വെച്ചാൽ ആദ്യം താഴത്തെ കഴുത്ത് വെട്ടും. അതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. മേലത്തെ കഴുത്ത് വെട്ടി മാറ്റുക എന്ന് വെച്ചാൽ ബാക്ക് കഴുത്ത് അല്ലെങ്കിൽ ഇറക്കം കുറവുള്ള കഴുത്ത് ആദ്യം വെട്ടി മാറ്റുക. അത് വെട്ടി മാറ്റി അതിനുശേഷം ഞാൻ ഫ്രണ്ടിലെ കഴുത്ത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ പറയുക, ക്രോസ് പീസ് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ കഴുത്തും അതുപോലെ കൈക്കുഴിയും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് നമുക്ക് ക്രോസ് പീസുകൾ വേണം. അപ്പോൾ 1.5 ഇഞ്ചിൽ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചതുര പീസുള്ള തുണികൾ എടുക്കുക. കോർണറിൽ നിന്ന് 1.5 ഇഞ്ച് എന്ന അളവിൽ 1.5 ഇഞ്ച് എന്ന അളവിൽ നമ്മൾ അടയാളപ്പെടുത്തുക. ഒരു 2-3 പീസ് വേണ്ട വരും. 2 കൈയിനും 2 ഭാഗത്തുള്ള കഴുത്തിനും നമ്മളൊരു സ്കെയിൽ കൊണ്ട് വരയ്ക്കുക. എപ്പോഴും കറക്റ്റായിട്ട് വരച്ചാൽ നമ്മൾ തയ്ക്കാൻ എടുക്കുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ട് വരില്ല. അപ്പോൾ ഒരു സ്കെയിൽ കൊണ്ട് വരച്ചിട്ട് 1.5 ഇഞ്ച് എന്നുള്ള വരകൾ യോജിപ്പിക്കുക. എന്നിട്ട് നമ്മൾ അതിലൂടെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഞാനതൊരു സ്കെയിൽ വെച്ച് വരച്ചിട്ടുണ്ട്. നമ്മളത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. കറക്റ്റായിട്ട് ആ വരയിലൂടെ കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെച്ചാൽ നിങ്ങൾക്ക് കമൻറ്റ് കൂടെ ചോദിക്കാം, ഞാൻ പറഞ്ഞു തരാം. എൻ്റെ ക്ലാസ്സിന് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അതും പറയാം. ഞാൻ അതിനനുസരിച്ച് അടുത്ത വീഡിയോ കറക്റ്റ് ചെയ്യും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയെന്ന് വെച്ചാൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക. ഇങ്ങനെ കറക്റ്റായിട്ട് വെട്ടിയെടുക്കാം. ഇനി നമ്മളത്തെ വീഡിയോയിൽ കട്ടിങ് മാത്രമേ ഉള്ളൂ, സ്റ്റിച്ചിങ് ഇല്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ സ്റ്റിച്ചിങ് ആയിട്ട് വരും. എല്ലാവർക്കും കൂടി നമ്മൾ ഒന്നിച്ച് ചെയ്താൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല. അപ്പോൾ ഒന്ന് ചെയ്തിട്ട് അതൊന്ന് റെഡി ആയതിനു ശേഷം ഞാൻ അടുത്ത് പറഞ്ഞു വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഷിമ്മീസിൻ്റെ കട്ടിങ് കഴിഞ്ഞു. അപ്പോൾ വൈകാതെ ഞാൻ അത് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് വരും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബായ്, അടുത്ത വീഡിയോ ആയിട്ട് വരാം.